ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെസ്ലെ നായകനായി അഭിനവ് സുന്ദർ നായക സംവിധാനം ചെയ്ത് ഇന്നലെ ജൂൺ 5 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തി പോസിറ്റീവ് അഭിപ്രായം തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് മോളിവുഡ് ടൈംസ്. ഷറഫുദ്ദീൻ, സംഗീത് പ്രതാപ്, റോഷൻ ഷാനവാസ്, അൽതാഫ് സലീം എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ചിത്രം ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് 1,85,00,000 രൂപയായിരുന്നു. രണ്ടാം ദിവസം ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1,70,00,000 റേഞ്ചിലാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 3,55,00,000 റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായ അപ്ഡേറ്റ് ഒന്നും നിലവിൽ പുറത്തു വന്നിട്ടില്ല. എങ്കിലും 5-5.5 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ ജൂൺ 5 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയ തമിഴ് സിനിമയാണ് പരിമള ആൻഡ് കമ്പനി. പാണ്ഡിരാജ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ജയറാം, ഉർവശി, മിസ്കിൻ, യോഗി ബാബു, സാൻഡി മാസ്റ്റർ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഇന്നലെ ഈ സിനിമ കേരളത്തിൽ 8 ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തത്. അതേസമയം രണ്ടാം ദിവസം ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 12 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് 20 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. തമിഴ്നാട്ടിൽ ഇന്നലെ ഈ സിനിമ കളക്ട് ചെയ്യുന്നത് 1,49,00,000 രൂപയായിരുന്നു. രണ്ടാം ദിവസമായ ശനിയാഴ്ച 1,60,00,000 റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 3 കോടിക്ക് മുകളിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 4,50,00,000 റേഞ്ചിലാണ്. ഇക്കഴിഞ്ഞ ജൂൺ 4 വ്യാഴാഴ്ച തിരഞ്ഞെടുത്തി മിക്സഡ് അഭിപ്രായം നേടിയ തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് പെദ്ദി. ബുച്ചി ബാബുസന തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രാംചരൺ, ശിവരാജ് കുമാർ, ജാൻവി കപൂർ, ജഗപതി ബാബു, ദിവ്യന്തു, ബൊമൻ ഇറാനി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 29,35,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ട്രാക്കേഴ്സ് കണക്ക് പ്രകാരം സിനിമ 2 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത് 114,49,00,000 രൂപയാണ്. വിദേശത്ത് 36 കോടി രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ലോകമെമ്പാടുമായി 2 ദിവസം കൊണ്ട് സിനിമ നേടിയെടുത്തിരിക്കുന്നത് 150,49,00,000 രൂപയാണ്. അതേസമയം സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ഇന്നും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആദ്യ ദിവസം 135,36,00,000 രൂപയുടെ പോസ്റ്ററാണ് പുറത്തു വന്നതെങ്കിൽ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് 2 ദിവസം കൊണ്ട് ഈ സിനിമ ലോകമെമ്പാടുമായി 181,80,00,000 നേടിയിരിക്കുന്നു എന്നറിയിക്കുന്ന പോസ്റ്ററാണ്. അപ്പോൾ രണ്ടാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച ഒഫീഷ്യൽ കണക്കിനും ട്രാക്കേഴ്സ് കണക്കിനും സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 45 കോടി റേഞ്ചിൽ തന്നെയാണ്. ഇനി മൂന്നാം ദിവസം എന്ന ശനിയാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 5-6 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 3 ദിവസം പിന്നിടുമ്പോൾ പെദ്ദി കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത് 35 ലക്ഷം റേഞ്ചിലാണ്. ഇന്ന് ശനിയാഴ്ചയിലെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 45-50 കോടി റേഞ്ചിലാണ്. അങ്ങനെ ട്രാക്കേഴ്സ് കണക്ക് പ്രകാരവും സിനിമ 200 കോടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒഫീഷ്യൽ കണക്കിൽ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 230 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. മോഹൻലാൽ നായകനായി ജിത്തു ജോസഫ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് മെയ് 21 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയത് ഇപ്പോഴും മികച്ച കളക്ഷനുമായി മുന്നോട്ട് പോകുന്ന മലയാള സിനിമയാണ് ദൃശ്യം 3. ചിത്രം 3ാമത്തെ ശനിയാഴ്ച കൂടിയായ 17 ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. സിനിമയുടെ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 16 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 83,05,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 37,17,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി 16 ദിവസം കൊണ്ട് നേടിയെടുത്തത് 120,22,00,000 രൂപയായിരുന്നു. വിദേശത്ത് നിന്ന് 108,60,00,000 ഉൾപ്പെടെ 228,82,00,000 രൂപയാണ് ഇന്നലെ വരെ ഈ സിനിമ ലോകമെമ്പാടുമായി സ്വന്തമാക്കിയിരുന്നത്. 17ാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളെ അപേക്ഷിച്ച് ചിത്രത്തിൻ്റെ കളക്ഷൻ കൂടിയിട്ടുണ്ട്. ഇന്ന് ഈ സിനിമ കേരളത്തിൽ 1 കോടിക്ക് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 17 ദിവസം കൊണ്ട് 84 കോടിക്ക് മുകളിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. 17 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 230 കോടി റേഞ്ചിലാണ്. സുഭാഷ് കെ രാജ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് മെയ് 28 തിയേറ്ററിലെത്തി നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കി ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് ബ്ലാസ്റ്റ്. അർജുൻ, അഭിരാമി, പ്രീതി മുകുന്ദൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ 9ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 85 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 9 ദിവസം കൊണ്ട് കേരളത്തിൽ 8,70,00,000 രൂപയാണ് ബ്ലാസ്റ്റ് കളക്ട് ചെയ്തിരിക്കുന്നത്. 9 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് 17,05,00,000 നേടിയെടുത്ത ഈ സിനിമ തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നേടിയെടുത്തത് 5,40,00,000 രൂപയാണ്. കർണാടകയിൽ 3,12,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 15 ലക്ഷവും ഉൾപ്പെടെ ഇന്ത്യൻ ഗ്രോസായി 9 ദിവസം കൊണ്ട് 34,40,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. വിദേശത്ത് $8,50,000 അതായത് 8,15,00,000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ വരെയുള്ള 9 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 42,55,00,000 രൂപയാണ് ബ്ലാസ്റ്റ് സ്വന്തമാക്കിയത്. ഇനി 10ാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 1 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 9,70,00,000 റേഞ്ചിലാണ് സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. വേൾഡ് വൈഡ് ഗ്രോസായി ഇന്ന് പ്രതീക്ഷിക്കുന്നത് 4 കോടി റേഞ്ചിലാണ്. അങ്ങനെ സിനിമ 10 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 46 കോടിക്ക് മുകളിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.